പാഠപുസ്തകങ്ങളിൽ നാം പഠിച്ച ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം എന്ന ഗൃഹാതുരമായ ഓർമ്മയുമായിട്ടാണ് ചിറാപുഞ്ചിയിലേക്ക് എത്തിച്ചേർന്നത്. മേഘങ്ങളുടെ ആലയം മേഘാലയ സംസ്ഥാനത്തിലെ ഈസ്റ്റ് ഖാസി ജില്ലയിലാണ് ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ യഥാർത്ഥ പേര് സോറ എന്നായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ തങ്ങൾക്ക് എളുപ്പത്തിൽ വിളിക്കാൻ ചിറാപുഞ്ചി എന്ന പുതിയ പേര് നൽകി. ഇപ്പോഴും തദ്ദേശീയരായ ജനങ്ങൾ ഈ പ്രദേശത്തെ വിളിക്കുന്നത് സോറ കുന്നുകൾ എന്നാണ്. സദാസമയവും മൂടിക്കെട്ടിയ മഞ്ഞും കോരിച്ചൊരിയുന്ന മഴയും പച്ചപ്പുമാണ് ചിറാപുഞ്ചി. നമസ്കാരം. ഇന്ന് മേഘാലയയിലെ ഒരു കാലത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്തുകൊണ്ടിരുന്ന ചിറാപുഞ്ചിയിലാണ് വന്നു നിൽക്കുന്നത്. ലസറി മലയുടെ ഈ ഭാഗത്താണ്. അതായത് 25 കിലോമീറ്റർ നീളത്തിലാണ് ചിറാപുഞ്ചി വനമേഖല നിൽക്കുന്നത്. ഇവിടെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്തുകൊണ്ടിരുന്ന സ്ഥലം. ഇപ്പോൾ ഇവിടുന്ന് മാറി ഒരു കാലത്ത് ലക്കിടിയിലായി, പിന്നീട് മേഘാലയത്തിൻ്റെ മൗസിൻഡ്രാമിലായി, അങ്ങനെ മാറി ഏതായാലും ഇവിടെ സ്ഥിരമായിട്ട് നന്നായിട്ട് മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഇപ്പോഴും ചിറാപുഞ്ചി. ഇന്ന് ചിറാപുഞ്ചിയുടെ 25 കിലോമീറ്ററാണ് നമ്മൾ പകർത്തുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1484 മീറ്റർ 4869 അടി ഉയരത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള ഈർപ്പമുള്ള കാറ്റ് ഖാസി കുന്നുകളിൽ തട്ടി തടയപ്പെടുകയും അത് കനത്ത മഴയായി പെയ്യുകയും ചെയ്യുന്നു. കലണ്ടർ മാസത്തിലും വർഷത്തിലും ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചതിൻ്റെ ചരിത്രപരമായ ലോക റെക്കോർഡ് ഇപ്പോഴും ചിറാപുഞ്ചിയുടെ പേരിലാണ്. ഇപ്പോൾ വാർഷിക മഴയുടെ കാര്യത്തിൽ തൊട്ടടുത്ത മൗസിൻഡ്രാമാണ് അല്പം മുന്നിൽ നിൽക്കുന്നത്. ഖാസി ഗോത്ര വിഭാഗമാണ് ഇവിടുത്തെ പ്രധാന ജനവിഭാഗം. സ്വത്തവകാശം അമ്മയിൽ നിന്ന് ഇളയ മക്കളിലേക്ക് കൈമാറുന്ന അപൂർവമായ സാമൂഹിക രീതി ഇവിടെ നിലനിൽക്കുന്നു. പോർക്ക്, ചോറ്, മുള കൊണ്ടുള്ള വിഭവങ്ങൾ എന്നിവയാണ് പ്രധാനപ്പെട്ട ഭക്ഷണ രീതികൾ. പണ്ടത്തെ അപേക്ഷിച്ച് മഴയുടെ അളവിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. മഴക്കാലം കഴിഞ്ഞാൽ ഇവിടെ കുടിവെള്ളക്ഷാമവും അനുഭവപ്പെടുന്നു എന്നത് ഒരു വിരോധാഭാസമാണ്. വെറ്റ് ഡെസേർട്ട് എന്നൊരു വിശേഷണവും ഇതിനുണ്ട്. മണ്ണൊലിപ്പ് കാരണം മഴവെള്ളം മണ്ണിൽ താഴാതെ ഒഴുകിപ്പോകുന്നതാണ് പ്രധാന കാരണം. ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3.5 മണിക്കൂർ ടാക്സിയിൽ സഞ്ചരിച്ചാൽ ഷില്ലോങ്ങിലെത്താം. മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിൽ നിന്ന് 1 മണിക്കൂർ ടാക്സിയിൽ സഞ്ചരിച്ചാൽ ചിറാപുഞ്ചിയിൽ എത്തിച്ചേരാം. ഇത് ചിറാപുഞ്ചിയിലെ രണ്ടാമത്തെ ഗ്രീൻ വാലി വ്യൂ പോയിൻ്റാണ്. മനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണ്. ചുറ്റും ഒന്നിച്ചൊരൊറ്റ ഈ വ്യൂ പോയിൻറ്റിൽ നിന്നാൽ ഈ പ്രദേശം മുഴുവൻ കാണാം. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ 25 കിലോമീറ്റർ നീളത്തിലുള്ള ഈ പ്രദേശമാണ് ചിറാപുഞ്ചി. ഇപ്പോൾ സോറ എന്നറിയപ്പെടുന്ന ഈ പ്രദേശം 25 കിലോമീറ്റർ നീളത്തിൽ മനോഹരമായ താഴെ കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്, കുന്നുകളുമായിട്ടുള്ള ഒരു പ്രദേശമാണ്. മഴക്കാലത്താണ് ഈ പ്രദേശം ഏറ്റവും മനോഹരമായി നിലനിൽക്കുന്നത്. ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത് പൂർണ്ണമായും മഴ മാറിയ സമയത്താണ് എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. നല്ല മഴയുള്ള സമയത്ത് ഈ പ്രദേശം സന്ദർശനം നടത്തിയാൽ മനോഹരമായ കാഴ്ച വിരുന്നാണ് ഈ ചിറാപുഞ്ചി അല്ലെങ്കിൽ സോറ കുന്നുകൾ നമുക്കായി ഒരുക്കുന്നത്. ഷില്ലോങ് വിമാനത്താവളത്തിൽ നിന്ന് ഷില്ലോങ്ങിൽ എത്തിച്ചേരാൻ തന്നെ 1 മണിക്കൂറിൽ കൂടുതൽ സഞ്ചരിക്കാം. പൊതുവെ നല്ലത് ഗുവാഹട്ടിയിൽ നിന്ന് ടാക്സിയിൽ ഷില്ലോങ്ങിലേക്ക് വരുന്നതാണ്. അപ്പോൾ കുന്നുകളും കാഴ്ചകളും കണ്ടുകൊണ്ട് സഞ്ചരിക്കുകയും ആവാം.